ഒരുപാട് സ്ട്രെസ് അനുഭവിക്കുന്നുണ്ടോ നിങ്ങൾ? മനസ്സിനെ പെട്ടെന്നൊന്ന് ഏകാന്തമാക്കാനും മൈൻഡിനെയൊക്കെ ഒന്ന് റീഫ്രഷ് ചെയ്യാനും പറ്റുന്ന കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ആദ്യത്തേതെന്ന് പറയുന്നത് പ്രകൃതിയിലേക്ക് ഇറങ്ങാനായിട്ട് ശ്രമിക്കുക. പ്രകൃതിയിലെ കാറ്റിലും കിളികളുടെ ശബ്ദങ്ങളിലും മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് മനസ്സിനെ ഏകാന്തമാക്കി വെക്കാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളുടെ മനസ്സിനെ ഏകാന്തമാക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുമെന്നുള്ളതാണ്. രണ്ടാമത്തേതെന്ന് പറയുന്നത് ഒന്ന് കാലിൽ ചെരുപ്പിടാതെ മണ്ണിലൂടെ ഒന്ന് ഇറങ്ങി നടക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. അത് നിങ്ങളുടെ മനസ്സിനകത്തുള്ള നെഗറ്റീവിനേക്ക് ഒന്ന് കുറച്ചിട്ട് ഒരു പോസിറ്റീവ് എനർജി ഉടനടി തരുന്നതായിരിക്കും. മൂന്നാമത്തേത് എന്ന് പറയുന്നത് തനിയെ ഒന്ന് യാത്ര ചെയ്യാനായിട്ടൊക്കെ ഇഷ്ടപ്പെടുക. തനിയെ ഒന്ന് യാത്രയൊക്കെ പോകുക. ഇടയ്ക്കിടയ്ക്ക് നമുക്കൊരു ഗ്യാപ്പൊക്കെ വേണമല്ലേ, എന്നും ഓടിക്കൊണ്ടിരിക്കാതെ ചെറിയൊരു ഗ്യാപ്പൊക്കെ എടുക്കാനായിട്ട് ശ്രമിക്കുക. ഫാമിലിയുമായിട്ട് നല്ല സുഹൃത്ത് ബന്ധങ്ങളുമായിട്ട് ഒന്ന് യാത്ര ചെയ്യാനൊക്കെ ഇഷ്ടപ്പെടുക. യാത്ര ചെയ്യുക. ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾ കഴിക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ എല്ലാവരും നിങ്ങൾ ശ്രദ്ധിച്ച് കാണും, ഐസ്ക്രീം കഴിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ചോക്ലേറ്റ് കഴിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഹാപ്പി ആയിരിക്കും അല്ലേ? അതെന്തുകൊണ്ടാണെന്നറിയാം, നമ്മുടെ ഐസ്ക്രീം പോലുള്ള മധുരമുള്ള സാധനങ്ങൾ കഴിക്കുമ്പോൾ നമ്മുടെ ഹാപ്പി ഹോർമോൺസിനെ ഓപ്പൺ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എപ്പോഴും മധുരം കഴിക്കരുത്, അത് പണി കിട്ടും. സോ നിങ്ങൾ ഡാർക്ക് ചോക്ലേറ്റ് കഴിക്കാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളുടെ ഹാപ്പി ഹോർമോണിനെ ഒന്ന് ഓപ്പൺ ആക്കാനായിട്ട് പറ്റുന്നതായിരിക്കും. നിങ്ങളുടെ മൈൻഡിനെ ഒന്ന് ഹാപ്പി ആക്കാനായിട്ട് സാധിക്കും. സ്ട്രെസ്സൊക്കെ ഒന്ന് കുറയ്ക്കാനായിട്ട് സാധിക്കും കേട്ടോ. അതുപോലെ എന്താ പറയുക, ഇഷ്ടപ്പെട്ട പാട്ടുകളൊക്കെ കേൾക്കാനായിട്ട് ശ്രമിക്കുക. എനിക്ക് ഇഷ്ടപ്പെട്ട മെലഡീസ് ആയിട്ടുള്ള സോങ് ഒക്കെ ഒന്ന് കേൾക്കാനായിട്ട് ശ്രമിക്കുക. പാടാനായിട്ട് ശ്രമിക്കുക. എനിക്ക് ഇഷ്ടമുള്ളത് എന്താണോ അതൊക്കെ ഒന്ന് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഒരുപാട് സ്ട്രെസ്സുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് റിലീഫ് ചെയ്ത് മനസ്സിനെയും ശരീരത്തിനൊക്കെ ശാന്തമാക്കാൻ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആകുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. അപ്പോൾ ഹാപ്പി ലൈഫ്, ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക. ആൻഡ് ടേക്ക് കെയർ. ബൈ.